ഹായ് ഗേസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു തമ്പനയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് എ ടു സെഡ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസോഴ്സ് ഫയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്കും എൻ്റെ കൂടെ കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത അതേ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് തമ്പനയിൽ എങ്ങനെ ചെയ്യാം, അതിൻ്റെ സൈസ് കാര്യങ്ങൾ, അതിൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൽ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും പഠിക്കാനായിട്ടും പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ഒരു ഫോട്ടോഷോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലത്തെ തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഈ ഒരു ഇൻ്റർഫേസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവാസിന് വേണ്ടിയിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ, ഹൈറ്റ്, വിഡ്ത്ത്, റെസൊല്യൂഷന്, പിക്സലിലാണോ, ഇഞ്ചിലാണോ, സെൻറ്റിമീറ്ററിലാണോ, മില്ലിമീറ്ററിലാണോ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്യാൻവാസ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇത് എന്ന് പറയുന്നത്. സോ ഇവിടെ യൂട്യൂബ് തമ്പനയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് ഡിഫോൾട്ടായിട്ട് അവരുടെ ഒഫീഷ്യലി ഒരു തമ്പനയിൽ സൈസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈസിൽ കൃത്യമായിട്ട് അളവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു തമ്പനയിൽ അവിടെ സപ്പോർട്ട് ആവുകയുള്ളൂ. അതല്ലാത്ത നമ്മൾ നമ്മുടെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഡയമെൻഷൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മിസ്സായി പോകാനും ചാൻസ് കൂടുതലാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ തമ്പനയിൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസാണ് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു സൈസിൽ 1280 വിഡ്ത്തും 720 ഹൈറ്റും സെറ്റ് ചെയ്തിട്ട് 300 റെസൊല്യൂഷൻ ഇവിടെ പിക്സലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. സോ മുമ്പത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഓൾറെഡി കണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടാകും. സോ അവർക്ക് ഒന്നും കൂടി ഇത് ഈസി ആയിരിക്കും. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ. സോ ഇവിടെ കളർ മോഡ് RGB തന്നെ മതി. സോ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ആർട്ട് ബോർഡിലാണ് നമുക്കിനി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. സോ നമ്മുടെ ഫോൾഡറിൽ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫോൾഡറിൽ ഓൾറെഡി ഞാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോട്ടോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തമ്പനയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ ഫോട്ടോ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ നിന്ന് നമ്മൾ അതിൽ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. സോ ഫോട്ടോഷോപ്പിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഇമേജിൽ നിന്ന് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ അതായത് ഈ ഒരു ഇമേജ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോഷോപ്പ് തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ സബ്ജക്റ്റ് പോലുള്ള കാര്യങ്ങളുള്ള ഇമേജിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. സോ അതിന് ഫോട്ടോഷോപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നല്ല ഓപ്ഷൻ്റെ പേര്, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതിനായിട്ട് ഈ ഒരു ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് ഇമേജിൻ്റെ ലെയർ, നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് വേണ്ട സബ്ജക്റ്റിനെ ഫോട്ടോഷോപ്പ് സെപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്ത് തരും. ഓക്കെ, സോ ആ ഒരു സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോഡിങ് കാര്യങ്ങളുണ്ടാകും. ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ്. സോ ആ ഒരു സബ്ജക്റ്റിനെ ഫോട്ടോഷോപ്പ് സെപ്പറേറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെലക്ഷൻ ഈ ഒരു എഡ്ജസിലൂടെ പോകാതെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്യാനായിട്ട് ഇവിടെ ഈ ലെയർ പാനലിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഒരു മാസ്ക് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ റിമൂവ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ മാസ്ക് ചെയ്താണ് നിങ്ങൾക്ക് ഇവിടെ ഏത് രീതിയിൽ നമുക്ക് ഇത് തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ഡിലീറ്റ് കീയോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ കൺട്രോൾ Z അടിച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ കീ പ്ലസ് Z അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറകോട്ട് ഇതേപോലെ ബാക്കോട്ട് അടിക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് Z അടിച്ചാൽ മതി. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യല്ല, ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. സോ ഫസ്റ്റായിട്ട് വരുന്ന ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഫോട്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബട്ടൺ ഓണും ഓഫ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം ഈ ഒരു തമ്പനെയിലിൽ. സോ നിങ്ങൾ ഓൾറെഡി ആ തമ്പനെയിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുകയാണ്. സോ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ടൂൾ ബാർ, ഇതാണ് ടൂൾ ബാർ. ഈ ഒരു ടൂൾ ബാറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ കാണുന്നുണ്ട്. റെക്റ്റാങ്കിൾ ടൂളാണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ബോക്സ് ഇവിടെ വരും. അവിടെ നിങ്ങൾ മൗസ് പോയിന്റ് വെക്കുമ്പോൾ തന്നെ സോ ആ ഒരു റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഇങ്ങനൊരു കളർ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഓൾറെഡി ഈ ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അവിടെ കളർ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്ക്രീനിലൊരു കോഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു സെയിം കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ ചേഞ്ച് ആക്കാനായിട്ട് ഒന്നെങ്കിൽ ഈ ലെയർ പാനലിൽ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനുള്ളിൽ, ഈ തമ്പനയിലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക. സോ ഇവിടെ ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിഫോൾട്ടായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രേഡിയൻ്റ് കളർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കളർ കംപ്ലീറ്റ്ലി റിമൂവ് ആവും. സോ ഞാൻ ജസ്റ്റ് ഈസി മെത്തേഡായിട്ട് ഈ ഒരു തമ്പനയിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. സോ നമ്മുടെ കളർ കോഡ് എവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു കളർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. സോ എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്ത് ഇവിടെ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ ആ ഒരു റെക്റ്റാങ്കിൾ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ഈ ഒരു ഇമേജ് ലെയറിൻ്റെ താഴോട്ടാക്കണം. അതിനായിട്ട് ഈ ലെയർ പാനലിൽ ജസ്റ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ ലെയർ ഒരു ഇമേജ് ലെയറിൻ്റെ ബാക്കിലോട്ടാക്കിയാൽ മതി. സോ ആ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇമേജിൻ്റെ പിറകിലായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഗ്രീൻ ഒന്നും കൂടി നമുക്കൊരു ഡാർക്കിഷ് ലുക്ക് മാറ്റണം. സോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഇമേജിന് ഒന്നും കൂടി ഒരു എടുത്ത് കാണിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോർഗ്രൗണ്ട് ഈ ഒരു ഇമേജ് ഒന്നും കൂടി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് കൊടുക്കണം, ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് പോലെ നമുക്ക് കൊടുക്കണം. അത് ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ലെയറിൽ ഗ്രേഡിയൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാനൊരു ഈസി മെത്തേഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ഇവിടെ ഈ റെക്റ്റാങ്കിൾ ലെയറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഈ ഒരു ഡിലീറ്റ് ബട്ടണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയർ 1 എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് ലെയർ, ആ ഒരു ലെയറിൽ ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ലെയറാണത്. ആ ഒരു ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലെയറിനെ ഇവിടെ നോർമൽ മോഡിന് മാറ്റിയിട്ട് ഈ ഒരു കളർ ബ്ലെൻഡിങ് മോഡ് ഓവർലേ ആക്കുക, നോർമലിൽ നിന്ന് ഓവർലേ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബ്രഷ് ടൂളിൻ്റെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 ബോക്സസ് നിങ്ങൾ കാണാനായിട്ട് പറ്റും. അവിടെ ആ ഗ്രീനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കളർ പിക്കർ ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും. സോ അതിൽ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക.
ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ ബ്രഷ് കൊണ്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് ഇതുപോലല്ല നിങ്ങൾക്ക് ഈ എഫക്റ്റ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഈ ബ്രഷിൻ്റെ ഈ ഒരു സൈസും ഈ ഒരു ഒപ്പാസിറ്റി ഫ്ലോ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒപ്പാസിറ്റി 28 ആണ് കൊടുത്തിട്ടുള്ളത്, ഫ്ലോ 88 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബ്രഷിൻ്റെ സൈസ് 800 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് വരും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ് റൗണ്ട് ഹാർഡ് റൗണ്ടിലാണ് ഇവിടെ ബ്രഷ് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സോഫ്റ്റ് റൗണ്ട് പ്രഷർ സൈസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ബ്രഷ് നിങ്ങളിതിൽ കാണുന്നുണ്ടാവും. സോ അതിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലത്തെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ ഇവിടെ ഇങ്ങനെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത്ത് ഫീൽ ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് ടച്ചപ്പ് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന സെയിം പ്രോസസ്സ് നിങ്ങളും ഫോളോ ചെയ്യുക. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഡയറക്റ്റ്ലി നമ്മൾ ടെക്സ്റ്റിലോട്ട് കിടക്കുകയാണ്. സോ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹൗ ഐ ക്രിയേറ്റ് എന്ന് ഇവിടെയും കുറച്ച് ടെക്സ്റ്റും ആൻഡ് ദിസ് തമ്പനയിൽ എന്നുള്ള ടെക്സ്റ്റ് ഇവിടെയും, അതാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. സോ ഹൗ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈസ് കാര്യങ്ങൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗോതം എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഗോതം ഫോണ്ട് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ഫോണ്ട് ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അല്ല ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഹൗ ഐ ക്രിയേറ്റ് എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ രണ്ടിനും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. സോ ആ ലൈൻ സ്പേസിംഗ് കുറക്കാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ മൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു എമൗണ്ട് ചേഞ്ച് ആക്കിയിട്ടും നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഞാനൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഹൗ ഐ എന്നുള്ളത് ആ ഒരു കട്ടി കുറഞ്ഞിട്ടും ക്രിയേറ്റ് എന്നുള്ളത് കട്ടി കൂടിയിട്ടും വേണം. സോ ഹൗ ഐ എന്നുള്ളത് നമ്മൾ ഈ ഒരു തിക്നെസ് തന്നെ കൊടുത്താൽ മതി. ആൻഡ് ക്രിയേറ്റ് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി വലുപ്പം കൂട്ടണം. വലുപ്പം കൂട്ടാനായിട്ട് ഞാനിവിടെ മൗസ് പോയിൻ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതാണ് സൈസ് കൂട്ടാനുള്ള ടൂള്. ആൻഡ് ഇവിടെ ലൈൻ സ്പേസിങ് നമുക്ക് ഒന്നും കൂടി കൂട്ടി കൊടുക്കണം നമ്മുടെ ഫോണ്ടിനനുസരിച്ച്. സോ ഇവിടെ ഈ ഒരു ലെറ്റർ സ്പേസും -40 നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നാലേ ഞാൻ ചെയ്യുന്ന ഈ സെയിം റിസൾട്ട് നിങ്ങൾക്കും കിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗോതം എന്ന് പറയുന്ന ഒരു മെയിൻ ഫോണ്ടിൽ ആ ഫോണ്ടിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് കട്ടി കുറഞ്ഞിട്ടുള്ളതിൽ നിന്ന് കട്ടി കൂടിലോട്ട് വരുന്ന രീതിയിൽ ഒരുപാട് വേരിയൻസ് ആ ഒരു സെയിം ഫോണ്ടിൽ തന്നെ ഉണ്ട്. സോ നിങ്ങളതിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. സോ നമ്മളിതിവിടെ നേരെ ഇത് ചേഞ്ച് ചെയ്തിട്ട് ബോൾഡ് ആക്കുകയാണ്. സോ ഇവിടെ ഇപ്പോൾ മാറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഐ എന്നുള്ളത് കട്ടി കുറഞ്ഞ ഫോണ്ടിലും ക്രിയേറ്റ് എന്നുള്ളത് കട്ടി കൂടിയ രീതിയിലുള്ളൊരു ഫോണ്ടിലും ആയി വന്നിട്ടുണ്ട്. സോ അത് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ആൻഡ് നമുക്ക് ഈ ഒരു ക്രിയേറ്റ് എന്നുള്ളതിന് ഒരു യെല്ലോയിഷ് കളറിലോട്ട് മാറ്റണം. ഓക്കെ, ആ റീഡബിലിറ്റി ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഒരു സെയിം ടെക്സ്റ്റിൻ്റെ തന്നെ കോപ്പി എടുക്കണം. സോ അതിനായിട്ട് ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടിൽ ഇവിടെ ക്യാൻവാസിൽ ഈ ഒരു ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ വരും. സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നത് കാണാനായിട്ട് പറ്റും ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കോപ്പി എടുത്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്നല്ല ഏത് എലമെൻറ്റും നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി എടുക്കാനായിട്ട് പറ്റും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇവിടെ
ലെയർ പാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+J പ്രസ് ചെയ്താലും മതി. ഓക്കെ, സോ ഇവിടെ ഹൗ ഐ ക്രിയേറ്റ് എന്നുള്ളതിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് ദിസ് തമ്പനയിൽ എന്നുള്ളതാക്കണം. ദിസ് തമ്പനയിൽ. ഓക്കെ, സോ അതും അവിടെ സെറ്റായിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു തമ്പനയിൽ എന്നുള്ളത് നമുക്ക് ബോൾഡാക്കിയിട്ട് ഇതുപോലെ ക്രിയേറ്റ് എന്ന് ചെയ്തതുപോലെ തന്നെ നമുക്ക് യെല്ലോ കളറിലോട്ട് മാറ്റണം. സോ അതിനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു തമ്പനയിൽ എന്ന് പറയുന്ന ഒരു ലൈൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബുക്ക് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ബോൾഡാക്കുന്നു. ഓക്കെ, സോ ബോൾഡായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെയിം ടൈം തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. സോ ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സെയിം കളർ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏത് കളറും സ്ക്രീനിലുള്ള ഏത് കളറും നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെയിം യെല്ലോ കളർ തന്നെ നമ്മളവിടെ കൊണ്ടുവരികയാണ്. ആൻഡ് ആ പ്രോസസ്സ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്പേസ്, ഈ ഒരു മാർജിൻ സ്പേസും ഇപ്പുറത്തെ സൈഡിലെ ആ ഒരു മാർജിൻ സ്പേസും രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ദിസ് തമ്പനയിൽ എന്നുള്ള ഒരു ഫോണ്ട് നമുക്ക് ഒന്നും കൂടി ഹൈലൈറ്റ് ആക്കുകയും വേണം. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് ലെയറിനെ ഒന്നും കൂടി ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട്, ഓവർ ലെഫ്റ്റിലോട്ട് വരാത്ത രീതിയിൽ സെൻറ്റർ എന്ന് തോന്നിപ്പിക്കും വിധം തന്നെ, എന്നാൽ കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് നീക്കി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു മെയിൻ ടെക്സ്റ്റിന് ഒന്നും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒന്നും കൂടി ഇത് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് തമ്പനയിൽ എന്നുള്ളത് നമുക്കൊന്നും കൂടി ഒന്ന് വലുതാക്കണം. ദിസ് എന്നുള്ളത് ചെറുതായാലും കുഴപ്പമില്ല. തമ്പനയിൽ എന്നുള്ളത് നമ്മുടെ ഈ ഒരു പോസ്റ്ററിലെ തന്നെ മെയിൻ കണ്ടൻ്റ് ആയതുകൊണ്ട്, ടൈറ്റിൽ ആയതുകൊണ്ട്, സോ നമ്മൾ ആ ഒരു തമ്പനയിൽ എന്നുള്ളത് ഒന്നും കൂടി വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ദിസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കാണ്. സോ എല്ലാ പ്രോസസ്സും നമുക്ക് റിപ്പീറ്റഡ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒരുപാടധികം ലെങ്ത് ആയിട്ട് പോകും. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഒരു വട്ടം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു മൗസ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കും ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു തമ്പനയിൽ എന്നുള്ള ഫോണ്ട് നമ്മൾ ഒന്നും കൂടി സൈസ് ഫില്ല് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലെ മാർജിന് സൈസിൽ തന്നെ ഏകദേശം സെറ്റ് ചെയ്യുന്നു. ഓക്കെ ആയിട്ടുണ്ട്. സോ ഇവിടുത്തെ ഈ ഒരു സ്പേസും ഏകദേശം സെയിം ആയിട്ടുണ്ട്. സോ വലിയ ബോറൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും കൂടി ഉള്ളിലോട്ട് കൊണ്ടുവരാം. ഇതും അതുപോലെ തന്നെ നമുക്കൊന്നും കൂടി ഉള്ളിലോട്ട് കൊണ്ടുവരാം. സോ ഇനി നമുക്ക് ഈ രണ്ട് ടെക്സ്റ്റും ഈ ഒരു ഇമേജ് ലെയറിൻ്റെ ബാക്കിലോട്ട് ആക്കിയിടണം. സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ടെക്സ്റ്റ് വരുന്ന രീതിയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ രണ്ട് ലെയറും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ലെയറും ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലെയറും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ഇമേജ് ലെയറിൻ്റെ താഴോട്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഇമേജിനെ നമ്മൾ ഒന്നും കൂടി ലെഫ്റ്റിലോട്ട് മാറ്റുന്നുണ്ട്. സോ ഇനി ഇമേജിന് ഒന്നും കൂടി ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കുന്നുണ്ട്. സോ ഒരു ഇമേജ് ലെയർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ലെയർ സ്റ്റൈൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് ഇവിടെ ഏറ്റവും താഴെ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഷാഡോ വരും. സോ അതൊന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി, ആ ഒരു ബ്ലർ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി, ഡിസ്റ്റൻസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ വരുന്ന രീതിയിൽ നമ്മളിവിടെ ഓപ്ഷൻസ് കാര്യങ്ങൾക്ക് ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു അളവിൽ തന്നെ നിങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്കും സെയിം ഒരു റിസൾട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഷാഡോ കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമുക്കിവിടെ ഒരു യൂട്യൂബിൻ്റെ
ഒരു ഐക്കൺ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ഐക്കൺ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ കാര്യങ്ങളൊക്കെ റെഡിയായി. സോ നമ്മളിവിടെ ഈ ഒരു തമ്പനയിൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓവറായിട്ട് നമ്മൾ ഭയങ്കര ബൾക്കായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ തമ്പനയിൽ ആഡ് ചെയ്യരുത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടുള്ള ഫോക്കസ് കാര്യങ്ങളൊക്കെ പോകും. കാണുമ്പോൾ ഒരു വൃത്തി തോന്നുന്ന രീതിയിൽ ബെറ്റർ ആയിട്ട് ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ നമ്മൾ തമ്പനയിൽ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണം. സോ അതിനായിട്ടാണ് നമ്മളിങ്ങനെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. സോ ആൻഡ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തോട്ടും പക്ക നമ്മുടെ മാർജിനിലോട്ടൊക്കെ തട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. സോ അതൊക്കെ വേറൊരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കാര്യങ്ങൾ ഒരു ബോക്സിലായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, എത്ര മിനിറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. സോ അതിൻ്റെ പിറകിലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഈ ഒരു ടെക്സ്റ്റ്, ഇപ്പോൾ ദിസ് തമ്പനയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെയാണ് കൊടുത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടൈം ബോക്സ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പനയിൽ കൊടുക്കുന്ന സമയത്ത് അതുണ്ടാവില്ല. ബട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് വ്യൂവേഴ്സിന് ഇവിടെ ഒരു ടൈമിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും, എത്ര മിനിറ്റ് ഉണ്ട് ആ ഒരു വീഡിയോ എന്നുള്ളതിൻ്റെ. സോ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു ബോക്സിൻ്റെ താഴെയായിട്ടാവും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. സോ അപ്പോൾ നമ്മുടെ റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റാതായിട്ട് വരും. സോ അതിനായിട്ടാണ് നമ്മൾ കറക്റ്റ് സെൻട്രലായിട്ടും വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വലുപ്പത്തിൽ, എന്നാൽ നമ്മളെ കണ്ടൻറ്റ് മാക്സിമം ചുരുക്കിയിട്ട് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം കൊടുത്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് കുറച്ച് എഡിറ്റ്സ് കാര്യങ്ങൾ, ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ കംപ്ലീറ്റ് ആവും. സോ വളരെ സിമ്പിളാണ്. സോ എൻ്റെ കൂടെ തന്നെ ആ ഒരു പ്രോസസ്സ് നിങ്ങളും ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് യൂട്യൂബിൻ്റെ ഐക്കൺ നമുക്ക് അവിടെ കൊടുക്കണം. സോ യൂട്യൂബിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് അവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫയലിൽ. സോ അത് ജസ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. സോ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ, ഇത് നമ്മളിപ്പോൾ യൂട്യൂബ് തമ്പനയിലാണല്ലോ മെയിൻലി ചെയ്യുന്നത്. സോ ആ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു തമ്പനയിൽ ഇങ്ങനെ കൊടുക്കുന്നത്. സോ തമ്പനയിൽ സെറ്റ് ചെയ്തു, യൂട്യൂബ് ഐക്കൺ അവിടെ സെറ്റ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഐക്കൺ ഒരു 3D ലുക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഡ്രോപ്പ് ഷാഡോ കൊടുത്ത പോലെയുള്ള ആ ഒരു ലെയർ സ്റ്റൈലിൻ്റെ ഒരു ബോക്സ് ഓപ്പണായി വരും. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ബിവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കണിന് അവിടെ ഒരു 3D ടൈപ്പ് ഓഫ് ഒരു ലുക്ക് വന്നിട്ടുണ്ടാവും. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നിങ്ങളും നിങ്ങളുടെ സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു സെയിം രീതിയിലുള്ള ഇതുപോലുള്ളൊരു 3D ലുക്കിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നമ്മളൊരു ഡ്രോപ്പ് ഷാഡോ കൂടി ആഡ് ചെയ്യുകയാണ്. സോ ഡ്രോപ്പ് ഷാഡോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഷാഡോ, നമ്മളൊരു 3D ഒരു ഐക്കൺ അവിടെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് ഷാഡോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ഷാഡോ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു. സോ ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, ഓരോ ഒബ്ജക്റ്റിനും ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് നോക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതെങ്ങനെ കൊടുക്കുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോ എങ്ങനെ കൊടുത്ത് ഏത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനും ഒന്നും കൂടി ഒരു ഡ്രോപ്പ് ഷാഡോ ചെറുതായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഡെപ്ത്ത് ഫീൽ കിട്ടും എന്ന് തോന്നുന്നുണ്ട്. സോ നമ്മൾ ചെറുതായിട്ടൊരു ഡ്രോപ്പ് ഷാഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് ഷാഡോ നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡ്രോപ്പ് ഷാഡോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ ഹൗ ഐ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെയറിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൊരു ഡ്രോപ്പ് ഷാഡോ നമുക്ക് ഇവിടെയും വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഒരു ജസ്റ്റ് ഒരു ഡെപ്ത് ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കൊടുത്താണ്. ഓവറായിട്ട് നമ്മൾ ഡ്രോപ്പ് ഷാഡോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോറാവും, നല്ല രീതിയിൽ ബോറാവും. സോ ഒരു പ്രൊഫഷണൽ രീതിയിൽ
നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ഐക്കണ് കാര്യങ്ങളും ആഡ് ചെയ്ത് മോഷൻ ബ്ലറും ഗോഷ്യൻ ബ്ലർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, സോ അതിനായിട്ട് നമ്മളുടെ ഫോൾഡറിൽ പോകുന്നു. ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺസ് നമ്മൾ ഇതുപോലെ നേരത്തെ നമ്മൾ യൂട്യൂബിൻ്റെ ഐക്കണിൽ ചെയ്ത പോലെ തന്നെ നമുക്കതൊരു 3D ലുക്കിലോട്ട് മാറ്റണം. അതിനായിട്ട് ആ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. സോ ബിവൽ ആൻഡ് എംബോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആ ഒരു ഐക്കൺ ഒരു 3D ലുക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ ഓഫും ഓണും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റും. ഒരു നോർമൽ ഐക്കണിൽ നിന്നും ഒരു 3D ലുക്ക് നമുക്കത് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ നമ്മളിതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ ഇവിടെ കൊടുക്കുന്നത്. സോ ആൻഡ് നമ്മുടെ ഡിസൈൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. സോ തമ്പനയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു തമ്പനയിൽ ഇതേ രീതിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്. കാരണം തമ്പനയിൽ ഓവർ നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ബോറാക്കിയിട്ട് നമ്മൾ ഇടരുത്. സോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള തമ്പനയിലിനോട് ഒരു സാമ്യത ഉള്ള രീതിയിൽ ആൻഡ് നമ്മളൊരു ട്യൂട്ടോറിയൽ കൂടി ചെയ്യുകയാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലോട്ട് ആക്കാമെന്നുള്ള രീതിയിലാണ് കൂടുതൽ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. സോ തമ്പനയിൽ എങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കഴിഞ്ഞാലും അതിലെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊഫഷണലി ആളുകളോട്ട് എത്തിക്കുക എന്നതാണ്. പ്രൊഫഷണലി ഒരു തമ്പനയിലിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് തമ്പനയിലെ ഒരു ഉദ്ദേശം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. സോ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഐക്കൺ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഐക്കൺ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടെയും ആഡ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു സെയിം ഐക്കൺ തന്നെ നമ്മൾ വീണ്ടും കോപ്പി എടുത്തിട്ട് ഈ ഒരു സൈഡിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക, ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ഐക്കണ് നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇടുന്നു. സോ നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന രീതിയിൽ ആൻഡ് അതിന് നമ്മൾ ഗോഷ്യൻ ബ്ലർ കൊടുക്കുകയാണ്. സോ ബ്ലറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ക്രിയേറ്റീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് കാര്യങ്ങളൊക്കെ പല രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനൊരു ബ്ലറ് നമ്മൾ ആ ഒരു ഇതിന് കൊടുത്തു. ജസ്റ്റ് നമ്മൾ ആ ഒരു 3D എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്ലർ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറായി നിൽക്കുന്ന ആ ഒരു ഇതിന് നമുക്ക് അത്ര 3D എഫക്റ്റ് വേണമെന്നില്ല. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് അതിൻ്റെ ഒപ്പാസിറ്റി, അതിൻ്റെ ആ ഒരു അത് കാണുന്നതിൻ്റെ ഒരു ഒപ്പാസിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒപ്പാസിറ്റി കുറക്കുന്നതിനനുസരിച്ച് നമുക്കത് ഫെയ്ഡായി പോകുന്നത് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ രീതിയിൽ ജസ്റ്റ് അവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി നമ്മൾ Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോപ്പി കൂടി അവിടെ വന്നത് കാണാനായിട്ട് പറ്റും. സോ എന്നിട്ട് Ctrl+T പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും നമുക്ക് അങ്ങനെ ഒരു ബ്ലറായിട്ടുള്ള ഒരു ഫോട്ടോഷോപ്പ് ഐക്കൺ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമുക്ക് ഈ ഒരു ഐക്കണും ചെറുതായിട്ടൊരു ബ്ലറ് കൊടുക്കണം. സോ അതിനായിട്ട് ഫിൽറ്ററിൽ വന്നിട്ട് ബ്ലറിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ കൊടുക്കുന്നു. ആൻഡ് അത്രക്ക് ബ്ലറ് വേണ്ട, ചെറിയ രീതിയിൽ ഒരു ബ്ലറ് നമ്മൾ അതിനും സെറ്റ് ചെയ്യുന്നു. ഒരു മോബിൾ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മോഷൻ ബ്ലറും ഗോഷ്യൻ ബ്ലറും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇവിടെ ബ്ലർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫിൽറ്ററിൽ ബ്ലർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഷൻ ബ്ലറുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു മോബിൾ ഒബ്ജക്റ്റ്, ഒരു മോഷനായി നിൽക്കുന്നൊരു മോഷൻ, നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ബ്ലറായിട്ടുള്ളൊരു എഫക്റ്റാണ് വരാറുള്ളത്. സോ അതാണ് ആ ഒരു എഫക്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ഐക്കൺ ഇവിടെ ഇങ്ങനെ
സിംഗിളായിട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു ബോറ് പോലെ ഉണ്ട്. സോ അതിനും നമ്മൾ ചെറുതായിട്ടൊരു മോഷൻ ബ്ലർ നമ്മൾ കൊടുക്കുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് നമ്മളൊരു മോഷൻ ബ്ലർ അവിടെ കൊടുത്തു. സോ ഓവറോൾ നമ്മുടെ തമ്പനെയിലിൻ്റെ ഡിസൈനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഒട്ടുമിക്ക തമ്പനെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ ഓരോ തമ്പനെയിലിൻ്റെ കണ്ടൻറ്റും അതിലെ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ തമ്മിൽ ഡിഫറൻസ് വരും. ആൻഡ് നമ്മുടെ പോസ്റ്റർ, ഇതിന് മുമ്പ് നമ്മൾ പോസ്റ്ററിൻ്റെ തമ്പനെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു തമ്പനെയിലിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. ഓരോ തമ്പനെയിലും അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആവും. സോ ആ ഉള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് ഈ ഒരു തമ്പനെയിൽ കൊടുക്കാന്നുള്ളൂ. സോ ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ചൊരു കളർ ടച്ചപ്പ് ചെയ്യാനുണ്ട്. അതിനായിട്ട് കളർ ടച്ചപ്പ് അല്ല, ഒരു ഓവർലേ എഫക്റ്റ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മളെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാങ്ക് ലെയർ, ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാങ്ക് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു കളർ പാനലിൽ വന്നിട്ട് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്ത് നമ്മളൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മളിവിടെ ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട്, ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കാനായിട്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റും ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റും നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആൻഡ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷിൻ്റെ ടൂൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ബ്രഷിൻ്റെ സൈസ്. ഓക്കെ. ആൻഡ് എന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്നൊരു ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഒരു നമ്മുടെ ആ ഒരു ഇമേജിലോട്ടും ടെക്സ്റ്റിലോട്ടും ഓവറോൾ ഒരു ലുക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ നമ്മളൊന്നിങ്ങനെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ്, ഒരു എന്താ പറയുക, ഒരു ഓവർലേ എഫക്റ്റ് പോലെ അവിടെ വന്നിട്ടുണ്ടാവും. സോ കൂടുതൽ സൈഡിൽ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു ചെറുതായിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിന് മുകളിലായിട്ട് ഒരു ബ്ലാങ്ക് ലെയർ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരെ ഈ ഒരു ബ്ലാക്ക് ഉള്ളത് വൈറ്റിലോട്ട് മാറ്റുക. വൈറ്റിലോട്ട് മാറ്റിയിട്ട് ആ ഒരു ലെയറിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ നമ്മൾ ഓവർലേ സെലക്ട് ചെയ്യുക. ഓവർലേ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മേലെയും ഈ ഒരു ഭാഗത്ത് ഐക്കണിൻ്റെ പോലെയും ഈ ഒരു ഭാഗത്തും ചെറുതായിട്ട് നമ്മൾ ഒരു ടച്ചപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഓവർലേ ഒരു എഫക്റ്റ്, ഒരു ഗ്ലോ എഫക്റ്റ് അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും, ഒരു ഗ്ലോയിങ് എഫക്റ്റ്. സോ ഈ ഒരു ഫൈനൽ ടച്ചപ്പ് നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ. സോ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് അത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു ലെയർ ഓഫാക്കി ഓണാക്കി കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു തമ്പനെയിൽ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് ഒരു എഫക്റ്റ് കൂടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ലെയറും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മളൊരു ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് സെയിം ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഗ്രീനിഷ് ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഒരു ഗ്രീൻ കളറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ട്, ഓവറും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഡിസൈൻ ഈ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ.
ആൻഡ് ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ മുമ്പ് ചെയ്തിട്ടില്ല നമ്മൾ സെയിം ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.